താങ്ക് യു. എന്നോട് അവൻ പറഞ്ഞു ശനിയാഴ്ച നമുക്ക് ടുഗദർ ഇടാമെന്നല്ലേ. ശനിയാഴ്ച അതുവരെ എല്ലാവരുടെ അടുത്തും പോയി സപ്പോർട്ടൊക്കെ ചെയ്ത് എല്ലാവരോടും ലൈവ് ഇടാൻ പോവാണ്, ടുഗദർ ഇടാൻ പോവാന്നൊക്കെ പറയാൻ പറ കേട്ടോ. പൂട്ട് പൊളിച്ച ഉണ്ണി, എന്നാ ക്രെഡിറ്റ് കിട്ടിയില്ല, ഹാപ്പി ആയില്ല. പിന്നെ അതല്ല, ആ അമ്മമ്മയ്ക്ക് ഏറ്റവും അത്യാവശ്യ സമയത്ത് ഇവിടെ വേറെ പരിസരത്ത് വീട്ടിലൊന്നും ആളില്ല. പിന്നെ ഒരു ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടന് എന്തോ തിരക്കാണ് എന്ന് പറഞ്ഞ് പോയി. അപ്പം ആരും ഇല്ലല്ലോ, അപ്പം നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞില്ലോ. എനിക്ക് പക്ഷേ പേടിയതല്ല, ഇത് മെറ്റലിൻ്റെ ഗ്രില്ലായിരുന്നു, അധികം ബലമില്ലാത്ത ഗ്രില്ലാ സുരേഷേട്ടാ. എങ്ങാനും പൊളിഞ്ഞാൽ താഴെ പൊളിക്കുമ്പോൾ ആ സംഭവം എങ്ങാനും പൊളിഞ്ഞു വീണാനുള്ള കാര്യം ആലോചിച്ചിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ഗുരുവായൂരപ്പാ എൻ്റെ ഗുരുവായൂരപ്പാ എന്ന് പറഞ്ഞ് ഞാനങ്ങ് തുടങ്ങി പൊളിക്കൽ. ഇതിനൊന്നും പറ്റിയില്ല. അല്ല, ഒരു കാര്യമുണ്ട്, അഥവാ ആ അമ്മമ്മയുടെ മോൻ്റെ വീടാണത്. അപ്പോൾ അമ്മമ്മ പറയുന്നത് എങ്ങാനും ഗ്രില്ല് പൊളിഞ്ഞാൽ ഞാൻ അമ്മമ്മയെ പുറത്താക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഗ്രില്ല് പൊളിഞ്ഞാൽ എന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിന്നും പുറത്താക്കും. അപ്പം ഞാനും അമ്മമ്മയും കൂടി ഗൾഫിൽ പോകാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുമായിരുന്നു സുരേഷ് ഏട്ടാ, അറിയോ. എങ്ങാനും കഥകിന് വല്ലതും പറ്റിയാൽ, അതും ഇരുമ്പിൻ്റെ അല്ലേ, അധികം ബലമില്ലാത്ത സാധാരണ ഒരു കുഞ്ഞു വീടാണ്. അപ്പോൾ അധികം ബലമില്ലാത്ത സിറ്റൗട്ടിൻ്റെ ഗ്രില്ലാണ്.